ഹലോ, ഹെൽമസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സാരി ബ്ലൗസ്, അതായത് സാരി വിത്ത് ബ്ലൗസ്, നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ തികയാതെ വന്ന് ചില സാരി എന്ന് മുറിക്കുമ്പോൾ നമുക്ക് 60 സെൻറ്റിമീറ്റർ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം വണ്ണം കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ആ തുണി തികയല്ല. അപ്പം കറക്റ്റ് മാച്ചായിട്ട് ചിലപ്പം നമ്മൾ തുണി മേടിക്കാൻ പോയാൽ കിട്ടുമില്ല. അപ്പം നമുക്ക് ഈ സാരി ബ്ലൗസ് അല്ലാതെ അല്ലെങ്കിൽ വിത്ത് ബ്ലൗസ് തന്നെ തയ്ക്കണം നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ തയ്ക്കാൻ എത്തുമില്ല. അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കുന്നത്. അതായത് സാരി വിത്ത് ബ്ലൗസ് നമുക്ക് തികയാതെ വന്നാൽ എന്താണ് അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് തയ്ക്കാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സാരിയിൽ നിന്ന് മുറിച്ച വിത്ത് ബ്ലൗസ് ഞാനിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. ഇത് 80 സെൻറ്റിമീറ്റർ ഉണ്ട്. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് 43 ചെസ്റ്റ് അളവും 45 ബെസ്റ്റ് അളവുള്ള ആളായതുകൊണ്ട് തന്നെ ഈ തുണി തികയില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 50 സെൻറ്റിമീറ്റർ എക്സ്ട്രാ തുണി മേടിച്ചിട്ടുണ്ട്. ഇതിന് മാച്ചായ തുണി ഞാൻ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ലൈനിങ്. അപ്പോൾ ഇത്രയാണുള്ളത്. ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇതാണ് തുണി. ഇത് വിത്ത് ബ്ലൗസ് ആണ്. സാരിയിൽ നിന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ തേരുവശം ഇറക്കമായിട്ട് കൈ ഇറക്കം വരുന്നത് പോലെ നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തുണി നമ്മൾ രണ്ട് തേരുവശം ഒപ്പം ഇട്ടിട്ടുണ്ട്. തേരുവശത്തിന് രണ്ടും ഒരേ വീതിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 4 ആക്കി മടക്കിയിട്ടു. നമുക്ക് ഈ ബ്ലൗസിൻ്റെ അളവുകളൊന്ന് നോക്കാം. ഇറക്കം 16.5 ഇഞ്ചാണ്. വണ്ണം ചെസ്റ്റ് വണ്ണം 43 ആണ്. ബ്രസ്റ്റ് വണ്ണം 45 ആണ്. പക്ഷേ ഇപ്പോൾ അടിവണ്ണം 37 ആണ്. പുറകിലത്തെ നെക്ക്, അതായത് പുറകിലത്തെ കഴുത്തിൻ്റെ ഇറക്കം 9 ഇഞ്ചാണ്. ആം ഹോള് 18 ആണ്. ഷോൾഡർ 16 ആണ്. ഫ്രണ്ടിലത്തെ കഴുത്തിറക്കം 5.5 ആണ്. പിന്നെ കൈയുടെ ഇറക്കം 9 ആണ്. മുകളിലത്തെ വണ്ണം 9 ആണ്. അടിവശത്തെ വണ്ണം 6 ആണ്. ഇത്രയാണ്. പിന്നെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം 15 ആണ്. ടെക്കിൻ്റെ അളവ് 11 ആണ്. ഇത്ര അളവാണ് നമുക്കുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം കൈ കട്ട് ചെയ്യാം. ഇത് ലൈനിങ് വെച്ച് തയ്ക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 ഇഞ്ച് നമുക്ക് തുമ്പ് കൂട്ടിയിട്ടുള്ളൂ. 9 ഇഞ്ചാണെങ്കിൽ നമ്മൾ 10 ഇഞ്ച് ഇട്ടിട്ട് കൈ കട്ട് ചെയ്യും. ഇപ്പം നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിട്ടു. അതിന് ശേഷം റിഗാൾ ഷേപ്പ്. ഒരു 43 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 4.5 ഇഞ്ച് നമ്മൾ റിഗാൾ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഇച്ചിരി വണ്ണമുള്ള പ്രകൃതമായതുകൊണ്ട് തന്നെ ഇവരുടെ കൈയുടെ ഷേപ്പിന് ഞാൻ 2 ഇഞ്ച് ഷേപ്പിൻ്റെ അകലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൈയുടെ ഷേപ്പ് എടുക്കാം. നമുക്കിനി ഇവരുടെ കൈയുടെ വണ്ണമാണ് കിട്ടുന്നത്. അപ്പോൾ 9 ഇഞ്ചാണ് ഇവരുടെ മുകളിലത്തെ കൈ വണ്ണം തയ്ച്ച് തീരുമ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. കൈയുടെ അടിവശത്തെ വണ്ണുന്നത് 6 ആണ്. അതും നമുക്ക് അടയാളപ്പെടുത്താം തയ്ച്ച് തീരുമ്പോൾ. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് കൈ വണ്ണം അടയാളപ്പെടുത്തി. മുകളിലത്തെ വണ്ണം 9 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് നമുക്ക് ഒഴിപ്പിക്കാം. നമുക്കൊരു 1.5 ഇഞ്ച് തയ്ക്കും കൂടാം. ഇനി നമുക്ക് റിഗാൾ ഷേപ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് അടയാളപ്പെടുത്തി എടുക്കുന്നത് നമ്മൾ ഈ റിഗാൾ ഷേപ്പ് വരച്ചെടുത്തേക്ക് ഒരു വര വരയ്ക്കുന്നു. അതിനുശേഷം ഈ വരയുടെ നടുവ് കണ്ടുപിടുത്തണം. 8 ഇഞ്ചാണ്. ഇതിന് 4 ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ ഷേപ്പ് വരച്ചെടുക്കാം. നമ്മൾ കൈയുടെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ കൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വണ്ണം വരച്ചെടുത്ത് നോച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് കുഴിച്ച് വിടാം. നമ്മൾ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പുറകുവശം നോക്കാം. 16.5 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും തുണി ബാക്കിയുള്ളൂ. നമ്മൾ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും തുണി നമുക്ക് ബാക്കിയുള്ളൂ. ഇതിൽ നമുക്ക് പുറകുവശം കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പുറകുവശം കിട്ടില്ല. കാരണം 43 ചെസ്റ്റ് അളവുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് 4 വണ്ണം ഇവിടെ കിട്ടില്ല. 11.25 നമുക്ക് ഇവിടെ കിട്ടണം. അത് 11 ഇവിടെ വീതിയുള്ളൂ. അപ്പോൾ നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ വണ്ണം കൂടി, അതായത് കുറച്ച് തുണി കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ പുറകുവശം എടുക്കാൻ പോവാണ്. തുണി നമ്മൾ തുണി നമ്മളിങ്ങനെ ഇട്ടു, കുറച്ച് വലിച്ചിട്ടു. അതിന് ശേഷം നമുക്ക് ഇറക്കോട്ടെ ഇറക്കാം. നമുക്ക് 16.5 തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടുതലിടും.
നമ്മൾ 1 ഇഞ്ച് കൂടുതൽ 16.5 1 17.5 നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം. അത് നമുക്ക് അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മളിവിടെ ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവരുടെ ഷോൾഡർ 16 ഇഞ്ചാണ്. ഫുൾ ഷോൾഡർ ഇവർക്ക് 16 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ കഴുത്തിറക്കം, അപ്പോൾ ഷോൾഡർ നമ്മൾ നോക്കുന്നതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് കഴുത്തിറക്കം എത്രയാണ് നമ്മൾ ചിന്തിച്ചിരിക്കണം. അപ്പം ഇവരുടെ കഴുത്തിറക്കം 9 ഇഞ്ചാണ്. 9 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 16 ഷോൾഡറിൽ നിന്ന് നമ്മൾ 3 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. കഴുത്ത് വൈഡ് വരുമ്പം അല്ലെങ്കിൽ കഴുത്തിറക്കം വരുമ്പം ഷോൾഡർ എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കഴുത്തിറക്കം കൂടുന്തോറും നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഇവിടെ രേഖപ്പെടുത്താം. 9 ഇഞ്ച് കഴുത്തിറക്കമുണ്ട്. അപ്പോൾ ഈ 9 ഇഞ്ച് കഴുത്തിറക്കം ഉള്ളതുകൊണ്ട് തന്നെ ഈ 16 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് നമ്മൾ 3 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പോൾ 16ൽ നമ്മൾ 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 13ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ 13ൻ്റെ പകുതി 6.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തും. നമ്മൾ കഴുത്തിറക്കം കൂടുമ്പോഴാണ് ഷോൾഡറിൻ്റെ വീതി കുറച്ച് കൊടുക്കുന്നത്. ഇത്രയും നമ്മളെടുത്തു. ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലമാണ് എടുക്കേണ്ടത്. കഴുത്തിൻ്റെ അകലം നമുക്ക് 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ 3.25 എടുക്കും. വശത്ത് 4 ഇഞ്ച് കൂട്ടിയാണ് എപ്പോഴും ഞാൻ കഴുത്തുകൾ രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ 3ഉം 3.25 നമ്മൾ അടയാളപ്പെടുത്തി. 9 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തി നമ്മളത് വരച്ചു. നമുക്കത് യു വരയ്ക്കാം. ഇനി നമ്മൾ യു വരച്ചു. അപ്പോൾ ഇവരുടെ കൈക്കുഴിയാണ് നമുക്ക് നോക്കുന്നത് പറയുന്നത്. ഇവർക്ക് ബോഡിയിൽ നിന്ന് എടുത്തത്, അതായത് ശരീരത്തിൽ നിന്ന് എടുത്തത് നമുക്ക് 18 ഇഞ്ചാണ്. അപ്പം 18ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച്, ഇവർക്ക് ഇച്ചിരി വണ്ണമുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് 1/2 ഇഞ്ച് ലൂസ് കൊടുക്കണം. 4 ഇഞ്ച് പോരാ, നമുക്ക് 1/2 ഇഞ്ച് ലൂസ് കൊടുക്കണം. അപ്പം നമ്മൾ 1/2 ഇഞ്ച് കൊടുക്കുമ്പോൾ നമുക്ക് 18.5 വന്നു. 18.5യുടെ 2-ൽ 1 എന്ന് പറയുന്നത് 9.25. അപ്പോൾ നമുക്ക് 9.25 എവിടെ കിട്ടുന്നു അതനുസരിച്ചാണ് നമ്മൾ കൈക്കുഴി രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ രേഖപ്പെടുത്തിയില്ല എങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് ചിലപ്പം കഴുത്ത് ടൈറ്റ് ആകാതെ വരും. ആം ഹോൾ റൗണ്ടിനനുസരിച്ച് നമ്മൾ കൈക്കുഴി കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലപോലെ ഡ്രസ്സ് തയ്ച്ച് നമുക്ക് ശരീരത്തിൽ നമുക്ക് പാകമായ തരത്തിൽ ധരിക്കാൻ പറ്റുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇനി നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് ചെസ്റ്റ് അളവാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ചെസ്റ്റ് അളവ് 43 ആണ്. 43. അപ്പോൾ 43ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടുന്നു. ഈ 4 ഇഞ്ച് ലൂസ് കൂട്ടുന്നത് എന്തിനാണെന്ന് പലർക്കും സംശയം ഉണ്ടാകും. അപ്പം ഈ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 4 കൂട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കറക്റ്റ് അളവിൽ നമ്മുടെ ശരീരത്തിന് പാകമായ രീതിയിൽ നമുക്ക് ഡ്രസ്സ് ധരിക്കണമെങ്കിൽ നമുക്ക് ന്യായമായ ലൂസ് ആവശ്യമാണ്. ശരീരത്തിലിടാൻ ആവശ്യമായ ലൂസ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമ്മൾ ഡ്രസ്സിൽ നമ്മൾ അളവ് രേഖപ്പെടുത്തുന്നത്. വണ്ണം കുറഞ്ഞവരാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ ബ്രസ്റ്റ് കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 ഇഞ്ച് കൊടുത്താലും മതി. പക്ഷെ ഞാനിവിടെ 4 ഇഞ്ചാണ് ഇവർക്ക് കൊടുക്കുന്നത്. കാരണം ഇവർക്ക് 43 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഞാനിവർക്ക് 4 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. അപ്പം 43ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൊടുത്താൽ നമുക്ക് 47 വരുന്നത്. 47ൻ്റെ 4-ൽ 1 എന്ന് പറയുന്നത് 11.25. അപ്പോൾ 11.25 നമുക്കിവിടെ അടയാളപ്പെടുത്താം. 11.25 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശത്തെ വണ്ണമാണ് വേണ്ടത്. അടിവശത്തെ വണ്ണം അവർക്ക് 37. അപ്പോൾ 37 വരുമ്പോൾ അതിൻ്റെ 4-ൽ 1 എന്ന് പറയുന്നത് 9.25. അപ്പോൾ 9.25 നമുക്കിവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവും അടയാളപ്പെടുത്തി, അടിവശത്തെ വണ്ണവും അടയാളപ്പെടുത്തി. അത് നമുക്ക് വരയ്ക്കാം. നമുക്ക് ഇവർക്ക് ടക്കിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് കൂടുതലിടണം. 9.25 അരയും 9.25. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മൾ ടക്കിടുവാണ്. അതായത് അടിവശത്തിൻ്റെ വണ്ണത്തിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ ടക്കിടുന്നത്. ടക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അടിവശത്തെ ടക്കിനുള്ള ഭാഗവും രേഖപ്പെടുത്തി, അളവും രേഖപ്പെടുത്തി. അതായത് നമ്മൾ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി 11.25, അടിവശത്ത് 9.25 അടയാളപ്പെടുത്തി. നമുക്കത് വരയ്ക്കാം. ഇനി നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. ഇത്രയും കട്ടിയുള്ള ചോക്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ തെളിയാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചെന്നേ ഉള്ളൂ.
അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ ടൈൽ തുമ്പും കൊടുത്തു. ഇത്രയും നമ്മൾ വരച്ചു. ഇനി നമുക്ക് കൈക്കുഴിയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴുത്ത് ഇറക്കം എടുത്തു, അകലം എടുത്തു, ഷോൾഡർ എടുത്തു, വണ്ണം 2 വണ്ണം എടുത്തു, അടിവശത്തെ ടക്കിൻ്റെ അളവ് എടുത്തു. ഇനി നമുക്ക് കൈക്കുഴിയാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് കൈക്കുഴി 18 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമ്മൾ 18.5 ആക്കി. 18.5യുടെ പകുതി എന്ന് പറയുന്നത് 9.25 അപ്പോൾ 9.25 നമുക്ക് എവിടെ കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ കൈക്കുഴി കൊടുക്കേണ്ടത്. നമുക്കിവിടെ ഒരു 6 ഇഞ്ച് രേഖപ്പെടുത്താം. നമ്മൾ 6.5 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 6 തന്നെ നമ്മളിവിടെ കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ ശരീരത്തിന്, അതായത് ആം ഹോളിൻ്റെ അനുസരിച്ചായിരിക്കണം നമ്മൾ കൈക്കുഴി കൊടുക്കേണ്ടത്. ഓരോരുത്തരുടെയും നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ആം ഹോളിനനുസരിച്ചായിരിക്കണം നമ്മൾ കൈക്കുഴി കൊടുക്കേണ്ടത്. കൈക്കുഴി ലൂസായി പോയാൽ അല്ലെങ്കിൽ ടൈറ്റ് ആയി പോയാൽ ഈ കഴുത്തിലാണ് പ്രശ്നം ഉണ്ടാവുക. കഴുത്ത് നമുക്ക് ലൂസായാൽ കഴുത്ത് ലൂസാകും. കൈക്കുഴി ടൈറ്റ് ആയാൽ നമുക്ക് കഴുത്ത് മുകളിലേക്ക് കയറാതെ ഷോൾഡർ ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കും. അങ്ങനെ പ്രശ്നം. ലൂസായാലും താഴേക്ക് ഇറങ്ങിപ്പോവും, ടൈറ്റ് ആയാലും നമുക്ക് കഴുത്ത് കറക്റ്റ് അവിടെ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും നമ്മൾ കൈക്കുഴിയുടെ അളവുകളിലാണ്. അപ്പോൾ നമ്മൾ ഇത്ര അടയാളപ്പെടുത്തി. നമുക്കിനി ഇതൊന്ന് വരച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിനായിട്ടിട്ടു. അതിന് ശേഷം നമുക്കൊന്ന് അളന്ന് നോക്കാം. ഈ വരയൊക്കെ അളന്നാൽ നമുക്ക് കിട്ടേണ്ടത് 9.25 നമുക്കത് 10 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈക്കുഴി അവർക്ക് വേണ്ട. നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത് 5.5 ഇഞ്ച് കൊടുത്ത് നോക്കാം. നമുക്ക് 5.5 ഇഞ്ച് ഇതാണ്, മുകളിലത്തെ വരെയാണ്. ചോക്ക് വര വരയ്ക്കാം. ഇതാണ് നമ്മൾ രണ്ടാമത് മാറ്റി വരച്ചത് നീല വര. നമ്മളവിടുന്ന് നമുക്ക് കിട്ടേണ്ട കൈക്കുഴി ആം ഹോൾ അളവെന്ന് പറഞ്ഞാൽ 9.25. ഇവിടെയും നമുക്കത് കൂടുതലാണ്. പിന്നെ നമ്മൾ ഇവർക്ക് 5.25 കൈക്കുഴിയുടെ അളവ് കൊടുക്കുന്നത്. നമ്മൾ 6 കൊടുത്തു, കറക്റ്റായില്ല. നമ്മൾ 5.5 കൊടുത്തു, കറക്റ്റായില്ല. നമ്മൾ 5.25 കൊടുക്കുന്നു. അപ്പോൾ 5.25 കൊടുക്കുമ്പോൾ നമുക്കിതിലാണ് വര വരുന്നത്. അളന്ന് നോക്കാം. ഇവിടെ 1/2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ, നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് അളന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ 5.25 കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് അത് നമ്മൾ 6 കൊടുത്തത്, 5.5 കൊടുത്തത്, 5.25 കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കിയാൽ 4, 5, 6, 7, 8, 9, 9.25 നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൈക്കുഴി അളക്കേണ്ടത്. ഇവരുടെ കൈക്കുഴിയുടെ അളവെന്ന് പറയുന്നത് 5.25. അപ്പോൾ നമ്മൾ ഇത്ര ഇടയിൽപ്പെടുത്തി ഇത് നമുക്ക് വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് കഴുത്തിന് എന്തെങ്കിലും ലൂസോ പ്രശ്നമോ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ആക്കേണ്ടത് നിങ്ങളുടെ കൈക്കുഴിയുടെ ആം ഹോൾ അളവിനനുസരിച്ച് നിങ്ങളുടെ കൈക്കുഴിയാണ് കറക്റ്റ് ആക്കേണ്ടത്. കഴുത്തിൻ്റെ അകലം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു പരിധി വരെ 3.5 വരെ അല്ലെങ്കിൽ 4 വരെ എടുക്കാം. പക്ഷേ നമ്മൾ അപ്പോഴും കറക്റ്റ് ആക്കേണ്ടത് നമ്മുടെ കൈക്കുഴിയാണ്. കൈക്കുഴി കറക്റ്റ് ആയാലാണ് നമ്മുടെ ശരീരത്തിൽ ഡ്രസ്സ് ഭംഗിയായിട്ട് നിൽക്കുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും കഴുത്തകാലം കൊടുക്കാൻ പേടിയാണ്. പക്ഷേ കഴുത്തകാലം കൊടുക്കാൻ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ കറക്റ്റ് ആക്കേണ്ടത് നിങ്ങളുടെ കൈക്കുഴിയുടെ അളവാണ്. കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ പുറകുവശം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നമുക്ക് നോച്ചിട്ട് വെക്കാം. ഈ പുറകിൽ ടക്കിൻ്റെ അവിടെ നോച്ചിട്ട് വെക്കാം. വണ്ണത്തിൻ്റെ അവിടെ നോച്ചിട്ട് വെക്കാം. ഈ വണ്ണത്തിൻ്റെ അവിടെ വെച്ചിട്ട് വെക്കാം. പിന്നെ നമുക്ക് മുൻവശമാണ് കട്ട് ചെയ്യേണ്ടത്. മുൻവശം ക്രോസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത്രയും തുണിയേ ബാക്കിയുള്ളൂ നമുക്ക്. ഇതുണ്ടോ, നമ്മൾ 80 സെൻറ്റിമീറ്റർ തുണിയെന്ന് നമ്മൾ തുണി, അതായത് പുറകുവശവും കൈ മുറിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും തുണിയേ ബാക്കിയുള്ളൂ. ഈ ഒരു കഷ്ണത്തെ നമുക്ക് ക്രോസ് കിട്ടില്ല. പിന്നെ നമുക്ക് ഇത് 2 കഷ്ണമേ ഉള്ളൂ. ഈ 2 കഷ്ണത്തിൽ നിന്ന് നമുക്ക് 43 ചെസ്റ്റ് അളവും 45 ബസ്റ്റ് അളവും ഉള്ള ആൾക്ക് ഈ തുണിയിൽ നമുക്ക് ക്രോസ് പീസ് കിട്ടില്ല. കേട്ടോ, ഇത്രയും തുണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും തുണിയെന്ന് ഒരിക്കലും ക്രോസ് പീസ് കിട്ടത്തില്ല, വണ്ണം കിട്ടത്തില്ല. കാണിച്ചു തരാം. നമ്മൾ 2ആക്കി മടക്കിയിട്ടാലും നമുക്ക് ഇതിങ്ങനെ വെക്കുമ്പോൾ കണ്ടോ, നമുക്ക് ഇവിടെയും തുണി തികയില്ല, ഇവിടെ തുണിയില്ല, ഇവിടെയും തുണി തികയില്ല. കണ്ടോ, ഇവിടെയും തുണി തികയില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിന് കറക്റ്റ് മാച്ചായ ഒരു പീസ് തുണി മേടിക്കുക. അതിനാണ് ഞാൻ
നിങ്ങളെ കാണിച്ചു തന്നത്. കറക്റ്റ് മാച്ചായ തുണി ഞാൻ ഇതിൽ കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ തുണി. അപ്പോൾ നമ്മൾ എന്നാ ചോദിച്ചാൽ നമ്മൾക്ക് ഫ്രണ്ട് വശം ഈ രണ്ട് സൈഡിലേക്കുള്ള ഫ്രണ്ട് വശം നമുക്ക് ഈ തുണിയിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്കിത് ഒഴിവാക്കാനും പറ്റില്ല. ഇത് തന്നെ നമുക്ക് സാരി ബ്ലൗസ് ആയിട്ട് വേണം താനും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കറക്റ്റ് മാച്ചായ ഒരു 50 സെൻറ്റിമീറ്റർ തുണി നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് വലതുവശമാണ് നമ്മൾ സാരി എടുത്തു കഴിയുമ്പോൾ നമുക്ക് വലതുവശമാണ് നമ്മൾ കുറച്ച് ഭാഗം നമുക്ക്, അതായത് നമ്മൾ സാരി ഇങ്ങനെ അതിൻ്റെ ബോർഡർ വന്നിരുന്നതിൻ്റെ മുകളിലേക്ക് കാണുന്നത് വലതുവശമാണ്. അപ്പം വലതുവശം നമ്മൾ ഈ തുണിയാണ് എടുക്കുന്നു, ഇടതുവശം നമ്മൾ ഈ തുണിയാണ് എടുക്കുന്നു. ഇങ്ങനെ 2 തരത്തിലാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് രണ്ടും ഇതെന്ന് വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഒരു പീസായിട്ട് വലതുവശം കാണുന്ന വശം നമുക്ക് സാരി വിത്ത് ബ്ലൗസിൻ്റെ പീസെന്നും, അല്ലാതെ കാണാത്ത ഇടതുവശം നമുക്ക് ഈ പീസെന്നും വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 2 സൈഡിലും, അതായത് ഫ്രണ്ടിലെ 2 സൈഡിലും ഇത് തന്നെ എടുക്കാം. പക്ഷേ അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ പീസ് കാണുന്ന വശത്ത് വെച്ച് കൊടുക്കണം. അങ്ങനെയും തയ്ക്കാം. അല്ലാതെ നമുക്ക് ഇത് ഒരു സൈഡിൽ ഇതും കൊടുത്ത് ഒരു സൈഡിൽ ഇതും കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പീസ് തന്നെ എടുക്കാം. അപ്പം നമ്മൾ ഇത്തേനാണ് ആദ്യം ക്രോസ് എടുക്കാൻ പോകുന്നത്. ഒരു ക്രോസ് പീസേ നമുക്ക് ഇത്തേന്ന് കിട്ടുള്ളൂ. 2 ക്രോസ് പീസ്, അതായത് 2 വശത്തെ ക്രോസ് പീസും നമുക്ക് കിട്ടില്ല. ഇത്രയും തുണിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ക്രോസ് പീസും കിട്ടില്ല. തുണി നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പുറകുവശം എടുത്ത് വെച്ചിട്ട് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു പീസ് കിട്ടും. രണ്ടാമത്തെ പീസ് നമുക്കിവിടെ കിട്ടില്ല, തുണിയില്ല. അപ്പം നമ്മൾ ഒരു പീസാണ് ഈ സാരി വിത്ത് ബ്ലൗസിൽ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ ക്രോസിന് വേണ്ടി ക്രോസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. സാരി വിത്ത് ബ്ലൗസിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലത്തെ 2 ക്രോസ് പീസും കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വലതുവശം കാണുന്ന സൈഡിലുള്ള വലതുവശം മാത്രം സാരിയിൽ നിന്ന് നമ്മൾ സാരി വിത്ത് ബ്ലൗസിൽ നമ്മൾ മുറിക്കുവാണ്. ബാക്കി നമ്മൾ എക്സ്ട്രാ പീസിൽ നിന്നാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ക്രോസ് പീസ് ഇട്ടേന്ന് മുറിക്കാം. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി, പുറകുവശത്തെ ഷോൾഡർ തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തി. നമുക്കിവിടെ കൈക്കുഴി എല്ലാം കറക്റ്റ് തന്നെ. നമുക്ക് വണ്ണം കിട്ടാൻ ഇച്ചിരി വിഷമാണ്, അതുകൊണ്ടാണ് ചെരിച്ച് വെക്കുന്നത്. നമ്മളിവിടെ മാറ്റി അടയാളപ്പെടുത്തി, ഒന്നോടെ മാറ്റി അടയാളപ്പെടുത്തി. നമ്മൾ കഴുത്തിറക്കം, ഫ്രണ്ടിലത്തെ കഴുത്തിറക്കം നമ്മൾ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ പടിക്ക് വേണ്ടി ഒന്ന് വരയ്ക്കാം. ഒരു 1/4 ഇഞ്ച് നമ്മൾ തലത്തുമ്പിട്ടിട്ട് നമുക്ക് വരച്ചെടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഇത്രയും വരച്ചു. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. അതായത് നമുക്കിവിടെ ടക്കിടണം. അതിനുവേണ്ടി നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൊടുത്തു, 1.5 ഇഞ്ച് തലത്തുമ്പം കൊടുത്തു. അപ്പോൾ ചെസ്റ്റ് അളവിൻ്റെ അളവ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കഴുത്ത് രേഖപ്പെടുത്താം. ഇതെടുത്ത് മാറ്റാം. നമ്മൾ ഇത്രയും വരച്ചു. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലം രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ പുറകുവശത്ത് നമ്മൾ 3.4 കൊടുത്തത്. ആ 3.4 തന്നെ നമ്മൾ കഴുത്തിൻ്റെ അടിവശത്ത് നമ്മൾ കൊടുക്കുന്നു. പക്ഷേ നമ്മളിവിടെ നമ്മൾ 3 ഇഞ്ചേ കൊടുക്കുള്ളൂ. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മളിവിടെ ഇത്ര അടയാളപ്പെടുത്തി. നമുക്കിത് യു വരയ്ക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് യു വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷോൾഡർ കൈക്കുഴി നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത്. അപ്പോൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അവരുടേത് 15 ഇഞ്ചാണ്. ക്രോസ് പീസ് ഇത്രയും വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടക്കിൻ്റെ വീതി, അതായത് മെയിൻ ടക്കിൻ്റെ വീതി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് അളവ് ബസ്റ്റ് അളവ് 45, വേസ്റ്റ് അളവ് 37. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്, അതായത് വ്യത്യാസം വരുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ച് നമ്മൾ പകുതിയാക്കുമ്പോൾ 4 വരുന്നത്. നമുക്കിവിടെ 4 കിട്ടുന്ന പോലെയാണ് നമ്മളിവിടെ അളവ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ പകുതി
8 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ഇവിടെ ടോട്ടൽ വരുന്ന പോലെയാണ് നമ്മളിവിടെ ടക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടി, 1/2 ഇഞ്ചല്ല 1 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടി നമ്മൾ 16 ഇഞ്ചിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മളിവിടെ അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ട് 15 ഇഞ്ച്. നമുക്കിനി ബ്രസ്റ്റ് പോയിന്റിൻ്റെ ഇറക്കമാണ് എടുക്കേണ്ടത്. ബ്രസ്റ്റ് പോയിന്റിൻ്റെ ഇറക്കം അവർക്ക് 11 ഇഞ്ചാണ്. സോറി 10.5 ഇഞ്ചാണ്. നമ്മൾ 11 ഇഞ്ച് കണക്കാക്കി 1/2 ഇഞ്ച് തരുത്തും കൂടെ കൂട്ടി നമ്മൾ 11 ഇഞ്ചിൽ അടയാളപ്പെടുത്തും. അപ്പോൾ ഇവർക്ക് ടക്കിൻ്റെ അളവ് കൊടുക്കുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ 1.5 ഇഞ്ച് മാറ്റി ടക്ക് അടയാളപ്പെടുത്തും. 3 ഇങ്ങോട്ടുള്ള ടക്ക്. കഴുത്തിൻ്റെ താഴെ നമ്മൾ ഈ ക്രോസ് പീസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കട്ടിങ്ങിനുള്ള പീസ് കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വീതി ഒന്ന് എടുക്കാം. നമുക്ക് അളവ് ക്ലോസ് ചെയ്യുന്ന ഇതിൻ്റെ വീതി കണക്കാക്കുമ്പോൾ ഇത് 6 ഇഞ്ച് ഉണ്ട്. നമുക്കിപ്പം 7 ഇഞ്ച് ഇവിടെ കൊടുക്കണം. നമ്മൾ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. കാരണം ഇവിടുത്തെ 1/2 ഇഞ്ച് ഇവിടുത്തെ 1/2 ഇഞ്ച്, കഴുത്തിൻ്റെ അവിടുത്തെ 1/2 ഇഞ്ച് ഇവിടുത്തെ 1/2 ഇഞ്ച് തരുത്തും പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ സൈഡിലത്തെ നമുക്ക് കട്ടിങ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്താൻ എളുപ്പമുണ്ടായിരുന്നു. കട്ടിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അളവ് ബ്ലൗസിൽ നിന്നും അളവെടുക്കാം. അപ്പോൾ ഇവിടെ 6.5 നമുക്ക് ഇവിടെ 7.5 കൊടുക്കണം. നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തി എടുത്ത് നമ്മൾ 7.5 അടയാളപ്പെടുത്തി. ഇല്ലെങ്കിൽ നമുക്ക് ഈ നമ്മൾ അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തിയെടുത്തതാണേലും അടയാളപ്പെടുത്താം. അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തിയത് അവിടെ നിന്നായാലും നമുക്ക് അടയാളപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. 2 സ്ഥലത്ത് 2.5 വെച്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടക്ക് നമുക്കിവിടെ 7 ഇഞ്ചാണ്. അതിൻ്റെ നടുവ് 3.5 ഇഞ്ച്, 3.5 ഇഞ്ചിൽ നമ്മൾ ടക്ക് അടയാളപ്പെടുത്തി. ഇതിപ്പോൾ എൻ്റെ മെത്തേഡാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതോ അതുപോലെ ചെയ്യാം. ഞാനിതിൻ്റെ കൃത്യ നടുക്കായിട്ടാണ് ടക്ക് അടയാളപ്പെടുത്താറ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി. ഇവിടെ നമ്മൾ ഈ ടക്ക് വരച്ചു. അപ്പോൾ 3 ടക്ക് നമ്മൾ വരച്ചു. ഇനി നമുക്കിതിൻ്റെ ഷേപ്പാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ടക്കിൻ്റെ അളവെടുക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ ബസ്റ്റ് വണ്ണവും നമ്മുടെ വേസ്റ്റ് വണ്ണത്തിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ടക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമ്മളിവിടെ 2 ഇഞ്ച് അകലം കൊടുക്കും. ടക്കിൻ്റെ അകലം നമ്മൾ 2 കൊടുത്തു. അതിന് ശേഷം നമുക്കത് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ ടക്ക് അടയാളപ്പെടുത്തി എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. അതായത് നമ്മുടെ ബസ്റ്റ് അളവും വേസ്റ്റ് അളവും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ ടക്ക് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ടേക്ക് ചേർത്ത് വരച്ചു, ഇതിങ്ങോട്ട് വരച്ചു. നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യാം. കഴുത്ത് നമ്മൾ ഇത്രയും കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വണ്ണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് വണ്ണം അടയാളപ്പെടുത്താം. ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് സൈഡ് വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വണ്ണം നമ്മൾ പുറകു പീസിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 15 ആണുള്ളത്.
നമ്മൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇത് നമ്മുടെ ബസ്റ്റ് പോയിന്റ്, ഇത് നമ്മുടെ ചെസ്റ്റ് ലൈൻ, ഇത് നമ്മുടെ ചെസ്റ്റ് ലൈൻ, ഇത് നമ്മുടെ ബസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം, അതായത് ഇവിടെ 5 ഇഞ്ചാണുള്ളത്. നമ്മളൊരു 2.25 നമ്മൾ അടയാളപ്പെടുത്തി. അവിടെ നമ്മൾ ബസ്റ്റ് ലൈൻ ഇടാൻ പോവുകയാണ്, അതായത് ബ്രസ്റ്റ് ലൈൻ. നമുക്ക് ഇവിടെ 43 ചെസ്റ്റ് ലൈൻ, ചെസ്റ്റ് വണ്ണം ഉള്ളത്. പക്ഷെ നമുക്കിവിടെ ഇവർക്ക് ബ്രസ്റ്റിൽ വണ്ണം 45 ഉണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് നമുക്കിവിടെ വണ്ണത്തിലും അടയാളപ്പെടുത്തണം. നമുക്ക് കിട്ടേണ്ടത് 11.75 മുക്കാലാണ്. 11.75 1 ഇഞ്ച് പടിയുടെ ഇതിൻ്റെയും കൂടെ 1 ഇഞ്ച് പോയാൽ 12.75 വന്നു. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് വണ്ണം നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇത് തയ്യൽത്തുമ്പ്. ഇനി നമുക്കിവിടെ 45 ബ്രസ്റ്റ് വണ്ണം. അപ്പോൾ 45ൻ്റെ ഇവിടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 49 കിട്ടുന്നു. 49ൻ്റെ 4 എന്ന് പറയുന്നത് 12.25. അപ്പം ഈ ലൈനിൽ ഇവിടെ നമ്മൾ ചെസ്റ്റ് ലൈനാണ് അടയാളപ്പെടുത്തിയേക്കുന്നത് 11.25. ഇവിടെ നമ്മൾ ബ്രസ്റ്റ് ലൈനാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പം 12.25. 12.25 നമുക്കിവിടെ ലൂസ് വേണം. അതിനുവേണ്ടി നമ്മൾ 13.25 അടയാളപ്പെടുത്തി. നമ്മൾ ചെസ്റ്റിൻ്റെ വണ്ണം ഇവിടെ അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് ബസ്റ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്തേണ്ടത്. അപ്പം നമുക്ക് 49ൻ്റെ 4 എന്ന് പറയുന്നത് 12.25. 12.25 കൂടെ ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 13.25 അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 11.25 അപ്പം 12.25 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. നമുക്ക് അടിവശത്തെ വണ്ണമാണ്, അതായത് ഈ അണ്ടർ ബ്രസ്റ്റിൻ്റെ അടുത്ത വണ്ണമാണ് വേണ്ടത്. ഇത് നമ്മൾ നേരെ വരച്ചാൽ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗം ടൈറ്റ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ ബ്രസ്റ്റിൻ്റെ ആ വണ്ണം നമ്മൾ കണക്കാക്കിയിട്ട് അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിങ്ങനെയാണ് വര വരുന്നത്. വേണ്ടോ? അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി വരയ്ക്കാം. ഇങ്ങനെ നമ്മളിങ്ങനെയാണ് ഫ്രണ്ട് വശം ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് ഇങ്ങനെയാണ് നമ്മൾ ബ്രസ്റ്റിൻ്റെ വണ്ണം കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇവിടെ നമുക്ക് കിട്ടുന്നത് 9.25. ഇവിടെ തയ്യൽത്തുമ്പ് 3, 6, 9 നമുക്ക് തയ്യൽത്തുമ്പ് ഉണ്ട്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഉണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വിത്ത് ബ്ലൗസിൽ നിന്നുള്ള പീസ് കട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എക്സ്ട്രാ പീസ്, ഇത് നമ്മൾ വലതുവശത്താണ് കൊടുക്കുന്നത്, ഇത് നമ്മൾ ഇടതുവശത്ത് കൊടുക്കും. നമ്മളിത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. വിത്ത് ബ്ലൗസ് എന്നുള്ള തുണി നമ്മൾ വലതുവശത്തും ഇടതുവശത്തും നമ്മൾ ഈ പീസാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ തുണി തന്നെയാണ് നമ്മൾ കട്ടിങ്ങും എല്ലാം കൊടുക്കുന്നത്. ക്രോസ് പീസ്, കട്ടിങ്, പടിയെല്ലാം നമ്മൾ ഈ പീസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇത്രയും തുണിയുള്ളൂ, ഇതിനൊന്ന് വേണം ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാൻ. നമ്മളിവിടെ ഈ പീസ് ബാൻഡ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കും. തുണിക്ക് കറക്റ്റ് മാച്ചാക്കാൻ വേണ്ടി, അതായത് ഈ തുണിക്ക് നമ്മൾ മാച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ബാൻഡ് പീസ് ഇത് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബാൻഡ് പീസ് 5 ഇഞ്ച് വീതിയിൽ, ഇവിടെ നമ്മൾ 4.5 ഇഞ്ച് വീതിയിൽ, ടക്ക് വരുന്നിടത്ത്
4 ഇഞ്ച് വീതി. വണ്ണം നമുക്ക് 9.25 നമ്മൾ 11 ഇഞ്ച് കൊടുത്തു. കഴുത്തും പറക്കാം. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാൻഡ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്, ക്രോസ് പീസ് ഇതെല്ലാം കട്ട് ചെയ്യണം. നമ്മളിവിടെ നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കും. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കാണിക്കും. നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പുറകു പീസ് ലൈനിങ് വെച്ച് കട്ട് ചെയ്തു. നമ്മൾ ഫ്രണ്ട് പീസ് വിത്ത് ബ്ലൗസ് എന്നുള്ള പീസിന് ലൈനിങ് അത് തന്നെ കൊടുത്തു. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ തുണി മേടിച്ചത് 2 പീസ് ഇടതുവശത്തായിട്ട് ലൈനിങ് ആയിട്ട് അത് തന്നെ കൊടുത്തു. ഇങ്ങനെയാണുള്ളത്. പിന്നെ കൈ കട്ടിങ്, ക്രോസ് പീസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ക്കാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ മുഴുവനും വീഡിയോ കാണിക്കുന്നില്ല. അപ്പം തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ചിത്രം കൂടെ ഞാൻ കൂടെ ഇടാം. എപ്പോഴും തയ്ക്കുന്നതാണല്ലോ നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്യുന്ന വിധമാണ് ഞാനിപ്പം കാണിച്ചത്. ലാസ്റ്റ് ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഷോട്ടും കൂടെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. കട്ടിങ് എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇത് വലത് സൈഡിൽ നമ്മൾ ഇത് ഇടത് സൈഡിൽ ഇത് വലത് സൈഡിൽ നമ്മൾ വിത്ത് ബ്ലൗസിൻ്റെ തുണി തന്നെ കൊടുത്തു. ഇത് നമ്മൾ ഇടത് സൈഡിൽ എക്സ്ട്രാ തുണി കൊടുത്തു. അങ്ങനെയാണ് തയ്ച്ചിട്ടുള്ളത്. കട്ടിങ് എല്ലാം സെയിം തന്നെ. അപ്പോൾ നമുക്കിനി പടിയും വെച്ച് ഷോൾഡർ പീസും കൂട്ടി വെപ്പിച്ചിട്ട് അടുത്തത് കാണിക്കാം. നമ്മൾ പുറകം തയ്ച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് സാരി വിത്ത് ബ്ലൗസ് ചില സമയത്ത് നമുക്ക് തികയാതെ വരും. കാരണം 60 സെൻറ്റിമീറ്റർ 75 സെൻറ്റിമീറ്റർ ഒക്കെ വരുമ്പോൾ വണ്ണം ഉള്ളവർക്ക് സാരി വിത്ത് ബ്ലൗസ് കൊണ്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ തികയാതെ വരും. അങ്ങനെയുള്ളവർക്ക് തയ്ക്കുന്ന വിധം, അതായത് നമുക്ക് സാരി വിത്ത് ബ്ലൗസ് കൊണ്ട് എങ്ങനെ തയ്ക്കാം എന്നാണ്, ബ്ലൗസ് എങ്ങനെ തയ്ക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എക്സ്ട്രാ പീസൊക്കെ കൊടുത്ത് നമ്മൾ നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് സാരിയുടെ അടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണിയല്ല. അതായത് ഇവിടെ നമ്മൾ വേറെ പീസ കൊടുത്തേക്കുന്നതിന് കാണിയല്ല. അപ്പം നമുക്ക് സാധാരണ നമ്മൾ സാരി വിത്ത് ബ്ലൗസത്തേക്കല്ല നമ്മൾ എക്സ്ട്രാ തുണി മേടിക്കുവാണെങ്കിൽ ആ തുണി നമുക്ക് കറക്റ്റ് മാച്ചായി വരില്ല. ഈ ഗ്ലേസിംഗ് ഒന്നും നമുക്ക് അങ്ങനെ മേടിക്കുന്ന തുണിയിൽ കിട്ടാൻ വിഷമമാണ്. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ മാച്ചായ തുണി നോക്കി മേടിക്കണം. എല്ലാ സമയത്തും എല്ലാ കളറും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഈ സാരി ബ്ലൗസ് വിത്ത് ബ്ലൗസ് തന്നെ തയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ മെത്തേഡിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.